ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾക്കാർക്കും വേണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ കുഴപ്പം, അല്ല വനജെ? അതെ, അത്രയ്ക്ക് നല്ലൊരു ആലോചന ആയതുകൊണ്ടാ ഞങ്ങള് പറഞ്ഞത്. ഏതായാലും നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കേ. ഇനി എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചറിയിക്കേ. ഗോപിനാഥനോട് ഞാൻ സംസാരിച്ചോളാം. ശരി. അതിപ്പോ ആചാരവും വിശ്വാസവും എന്താണെന്ന് പറയണോ, അതോ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി പറയണോ? പ്രാക്ടിക്കലായി പറഞ്ഞാൽ മതി. ജീവിച്ചിരിക്കുന്നവരുടെ സമാധാനത്തിനാ ബലിയിടുന്നത്. മരിച്ചുപോയവരോട് നമുക്കുള്ള കടമകൾ ചെയ്യുന്നുണ്ടെന്ന് നമ്മളെ തന്നെ സ്വയം ബോധ്യപ്പെടുത്താൻ അത് സഹായിക്കും. പൂർവികർക്കു വേണ്ടി ബലിയിടുമ്പോ നമ്മുടെ ശരീരത്തിലും മനസ്സിലും മാറ്റങ്ങളുണ്ടാവും. അതെന്തിനാ? അത് മനസ്സും ശരീരവും തമ്മിൽ ബന്ധമുള്ളതുകൊണ്ട് സംഭവിക്കുന്നതാ. അങ്ങനൊന്നും പറഞ്ഞാൽ ഇവന് മനസ്സിലാവില്ല. ആര് പറഞ്ഞു? മൈൻഡ് ആൻഡ് ബോഡി കോർ റിലേഷനൊക്കെ എനിക്കും അറിയാം. പിന്നെ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളു. പിന്നെ ഈ ആത്മാവും കാക്കയും തമ്മിലുള്ള റിലേഷൻ എനിക്കിതുവരെ മനസ്സിലായില്ല. സമയം കിട്ടുമ്പോ അതൊന്ന് പറഞ്ഞിരണം കേട്ടോ. ഓ ആയിക്കോട്ടെ. ഓക്കെ. മഹാദേവ, ഞങ്ങളെന്നാ അങ്ങോട്ട് ഇറങ്ങുക. അതെന്താ 2 ദിവസം കഴിഞ്ഞ് പോയപ്പോരെ? അത് പിന്നെ അതെ, ധൃതി വെച്ച് അവിടെ ചെന്നിട്ട് അത്യാവശ്യമൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു ഇല്ലെന്ന്? അവിടെ കടയിലെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നോക്കുന്നത് ചേട്ടനാ. അതൊക്കെ മക്കള് നോക്കിക്കോളല്ലോ, പിന്നെന്താ? അവര് നോക്കിയാ ഞാൻ ചെയ്യുന്ന പോലെ ആവുമോ മഹി? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ, അത് കണ്ട പണിക്കാര് തട്ടിച്ചോണ്ട് പോവാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാ ഓരോ കടകളിലും ഞാൻ നേരിട്ട് പോയി കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. എടി ചന്ദ്രേ, നീ പിള്ളേരെ രണ്ടുപേരെയും കൂടെ വീട്ടിലേക്ക് വിരുന്നിനയക്കണം കേട്ടോ. പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാരും വരണം. ശരി അമ്മായി. നളിനിയും പൂർണിമയും കൂടെ വരണം. ഇനി നിങ്ങളെ പ്രത്യേകം ക്ഷണിച്ചില്ല എന്ന് പരാതിയൊന്നും പറയരുത്. അങ്ങനെ ഒരു പരാതിയില്ല, ഞങ്ങള് വന്നോളാം. പിന്നെ ഞാനൊരു കാര്യം മറന്നു. മഹി, നമ്മുടെ വടക്കെടുത്ത് ഗോപിനാഥനെ അറിയില്ലേ? അറിയാം. ആ ടെക്സ്റ്റൈൽസ് ഒക്കെ നടത്തുന്ന ആളല്ലേ? അതന്നെ. അവന്റെ മൂത്ത മകൻ വിനയൻ വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുകയാണ്. അവനൊരു പെണ്ണ് വേണമെന്ന് കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോ ഗോപിനാഥൻ എന്നോട് പറഞ്ഞിരുന്നു. നല്ല പയ്യനാ, ഡോക്ടറാ, പോരാത്തതിന് കോടീശ്വരൻ. നമുക്ക് അവനെ നമ്മുടെ പൂർണിമയ്ക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? പൂർണിമയ്ക്കോ? അതെ, ഇവള് ഭർത്താവുമായിട്ട് പിണങ്ങി കഴിയല്ലേ. ഇവിടെ ഒരു കുഞ്ഞുണ്ട്. വിനയനാണ് പിള്ളേരൊന്നും ഇല്ലതാനും. രണ്ടുപേർക്കും നല്ല ചേർച്ചയായിരിക്കും കേട്ടോ. എന്താ നല്ലിയുടെ അഭിപ്രായം? ഈ കാര്യത്തിൽ തീരുമാനം പറയേണ്ടത് ഞാനല്ല, പൂർണിമയാണ്. അവൾക്ക് താല്പര്യമാണെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അതെന്താ വേണ്ടാത്തത്? നിനക്ക് അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ഞാനും സഞ്ജയും തമ്മിൽ പിരിഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ നിയമപരമായി സഞ്ജയ് തന്നെ ഇപ്പോഴും എന്റെ ഭർത്താവ്. സഞ്ജയ് അല്ലാതെ വേറൊരാളെ ആ സ്ഥാനത്ത് കാണാൻ ഈ ജന്മം എനിക്ക് സാധിക്കില്ല. അതെന്ത് വർത്തമാനമാ നീ പറയുന്നേ? പിന്നെ നീ എന്തിനാ ഈ പിണങ്ങി മാറി നിൽക്കുന്നേ? അവന്റെ കൂടെ പോയങ്ങ് താമസിച്ചൂടായോ? ഇല്ല, ഇനി അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവില്ല. മനസ്സുകൊണ്ട് ഞങ്ങൾ അത്രയ്ക്ക് അകന്നു കഴിഞ്ഞു. ഇതെന്തൊക്കെയാ പറയുന്നത്? ഒന്നുകിൽ അവനെ സ്വീകരിച്ച് അവന്റെ കൂടെ പോയി ജീവിക്കണം, അല്ലെങ്കിൽ മറ്റൊരു കല്യാണം കഴിക്കണം. ഇതിന് രണ്ടിനും തയ്യാറല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? നിങ്ങൾക്കൊന്നും വേറൊരു പണിയുമില്ലേ? പൂർണിമയ്ക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ നിർബന്ധിക്കുന്നേ? ഒരു പെൺകൊച്ചല്ലേടി ചന്ദ്രേ, ഇവൾക്കൊരു ജീവിതം വേണ്ടേ? അത് ഇവൾക്കൂടെ തോന്നണ്ടേ? മോളെ, എന്താ നിന്റെ അഭിപ്രായം? എന്റെ തീരുമാനം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ചെറിയച്ച. ധ്വനിമോൾക്ക് അവളുടെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് മറ്റൊരാളുടെ പേരിനി ഒരിക്കലും ഉണ്ടാവില്ല. വേറൊരാളെ അംഗീകരിക്കാൻ മോൾക്ക് ഒരിക്കലും സാധിക്കില്ല. മോൾക്ക് മാത്രമല്ല, എനിക്കും. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള കാര്യം, അത് ഇന്ന് വരെ എങ്ങനെയാണോ പോയത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിന് ജീവിക്കാൻ പുരുഷന്റെ തണല് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. എന്റെ മോളുടെ കാര്യം നോക്കി ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ ഒരു കുടുംബമായിട്ട് ജീവിച്ചു കാണണമെന്ന് അവർക്കും ആഗ്രഹമുണ്ട്. അമ്മ പ്ലീസ്, ഈ കാര്യത്തിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പൂർണിമയുടെ തീരുമാനം എന്താണോ അതിനൊപ്പമേ ഞാൻ നിൽക്കൂ. നിങ്ങൾക്കാർക്കും വേണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ കുഴപ്പം, അല്ല വനജെ? അതെ, അത്രയ്ക്ക് നല്ലൊരു ആലോചന ആയതുകൊണ്ടാ ഞങ്ങള് പറഞ്ഞത്. ഏതായാലും നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കേ. ഇനി എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചറിയിക്കേ. ഗോപിനാഥനോട് ഞാൻ സംസാരിച്ചോളാം. ശരി, ഞാൻ വിളിക്കാം. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ലേറ്റ് ആകാതെ ഇറങ്ങാൻ നോക്ക്.
അല്ലെങ്കിൽ വീട്ടിലെത്തുമ്പോ ഒരുപാട് വൈകും. നീ എന്താടി ഞങ്ങളെ ഓടിച്ചു വിടുവാണോ? അയ്യോ അല്ല, എന്തിനാ അമ്മായി എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഞാൻ വെറുതെ പറഞ്ഞതാ. ആ എങ്കിൽ പിന്നെ ശരി, ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങാം. ശരി. ആ, എന്നാ ശരി, ശരി. ശരി. മോളെ, നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? ഞാൻ നിന്നെ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? ഗിരിജ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞതിന് നീ വിഷമിച്ചിരിക്കായിരിക്കും അറിയാം. അതാ ഞാൻ നോക്കിയത്. എന്നെ പറയുന്നതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ എന്റെ അമ്മ പറയുന്നതൊക്കെ എനിക്ക് വലിയ വിഷമം മുത്തശ്ശി. എനിക്ക് സഹിക്കാൻ പറ്റില്ല. മറ്റുള്ളവര് നമ്മളെയോ നമ്മളെ പ്രിയപ്പെട്ടവരെയോ പലതും പറഞ്ഞ് നമ്മളെ ദേഷ്യ പിടിപ്പിക്കാൻ ശ്രമിക്കും.